പുതിയൊരു സ്റ്റാർ ആണല്ലോ മുബിൻ. അപ്പോൾ പുള്ളിയും നല്ല ഫസ്റ്റ് ഒരു മൂവി എന്നുള്ള നല്ലൊരു പെർഫോം ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഹിറ്റിലോട്ട് തീർച്ചയായിട്ടും പോകും. നന്നായിട്ടുണ്ട്. നാദൃശിക്കയുടെ മൂവിയല്ലേ, ഒന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാം അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ നല്ല കോമഡി ഉണ്ട്. നാദൃശിക്കൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, കോമഡിയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പാട്ട് നന്നായിട്ടുണ്ട്. നാദൃശിക്കയുടെ പടം എന്ന് പറയുമ്പോൾ എന്തായാലും 2-3 നല്ല പാട്ടുകൾ ഉണ്ടാവും. ആ പാട്ട് നന്നായിട്ടുണ്ട്. റിയാസ് ഖാന്റെ അടിച്ചു കയറി വരവുണ്ട് ഈ പടത്തിൽ. ക്ലൈമാക്സിൽ റിയാസ് ഖാന്റെ ഒക്കെ ഒരു അടിച്ചു കയറി വരവുണ്ട്. നന്നായിട്ടുണ്ട്. മുബിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ നല്ലതാണ്. പാട്ടൊക്കെ മികച്ചതാണ്. അടുത്തൊരു ഹിറ്റിലോട്ട് തീർച്ചയായിട്ടും പോകും. നന്നായിട്ടുണ്ട്. സിനിമ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയാണ്. നാദൃശിക്കയുടെ മൂവിയല്ലേ, ഒന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാം അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ നല്ല കോമഡി ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ്. ഫാമിലി മസ്റ്റായിട്ട് വന്ന് കാണണം. കാരണം ഇവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ്. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എൻഗേജിങ് ആണ്. ബാക്കി ഡിപ്പെൻഡ്സ് ആണ് ആൾക്കാർക്ക് അത് എങ്ങനെ കൺവേ ആവുന്നുള്ളത്. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളത് പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു യൂത്ത് റിലേറ്റഡ് ആയിട്ട് കണ്ടന്റാണ് പറഞ്ഞു പോണത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡ്രഗിനെ കുറിച്ച്, ഡ്രഗ് മാഫിയയുടെ ഒക്കെ ഒരു പുതിയ രീതിയിലാണ് അവർ പിടിച്ചേക്കണത്. പിന്നെ നമ്മുടെ ഇതിൽ അഭിനയിച്ചേക്കണ അർജുൻ അശോകനാണെങ്കിൽ പിന്നെ നമ്മുടെ പുതിയൊരു സ്റ്റാർ ആണല്ലോ മുബിൻ. അപ്പോൾ പുള്ളിയും നല്ല ഫസ്റ്റ് ഒരു മൂവി എന്നുള്ള നല്ലൊരു പെർഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വൺസ് അപ്പോൺ എ ടൈം ഇൻ നമ്മൾ കൊച്ചി എന്ന് പറയുന്ന ഈ നാദൃശിക്കയുടെ ചിത്രം തീർച്ചയായിട്ടും നാദൃശിക്കൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, കോമഡിയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു സന്ദേശം നൽകുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കുന്നത്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണ് പറയണമെങ്കിൽ അർജുൻ അശോകൻ നല്ല രീതിയിൽ തന്നെ ഒരു ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുബിൻ റാഫി എന്ന പുതുമുഖം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ദേവിക, സമദ്, പിന്നെ അമർ അക്ബറിലെ വില്ലൻ ഷഫീഖ് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ബൈജു സന്തോഷ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും അവരുടെ റോള്, ജോണി ആൻ്റണി ചേട്ടൻ, എല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. നൈസ് മൂവി, നല്ല പടമായിരുന്നു. യൂഷ്വലി നമ്മൾ അവരുടെ കൂട്ടുകെട്ടിൽ കോമഡി ആണല്ലോ പ്രതീക്ഷിക്കുക, പക്ഷേ ഇത് കോമഡി അല്ല, കുറച്ചൊരു ത്രില്ലർ മോഡിലുള്ള ഒരു പടമാണ്. നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു ആവറേജ് നല്ലൊരു വാച്ചാണ്. കൊച്ചി സ്റ്റോറിയാണ്. പടം അടിപൊളിയാണ്. അറിയാലോ, നാദൃശിക എന്ന് പറയുമ്പോൾ നമ്മൾ 10-30 വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. നമ്മൾ കേസറ്റ് CD ഒക്കെ ആ കാലഘട്ടത്തിലേ നമുക്കറിയാം ആളൊരു വൈബ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലും 10-20 രൂപ കൊടുത്തിട്ട് കാസറ്റ് പിടിക്കുമ്പോൾ നമുക്ക് ഒരു ത്രില്ലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നമുക്ക് അപ്പം തന്നെ അറിയാം. അപ്പോൾ അതേ ഗണത്തിൽ പെടുന്ന ഒരു സിനിമ തന്നെയാണ് നാദൃശികയുടെ സിഗ്നേച്ചർ. ഫുള്ളി കോമഡി പടമല്ല, ഇതിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. കുറച്ച് ത്രില്ലിംഗ് ആയിട്ടും കുറേ എൻഗേജഡ് ഒക്കെ ആയിട്ടും പിന്നെ കോമഡി ആഡ് ആയിട്ടുണ്ടെന്നല്ല, ഫുള്ളി കോമഡി പടമല്ല. അത്യാവശ്യം നന്നായിട്ട് എല്ലാ ജോണറും ഉൾപ്പെടുന്ന നാദൃശികയുടെ സിഗ്നേച്ചർ ചേർത്തൊരു പടമാണ്. പിന്നെ ആളെ പാട്ട് നന്നായിട്ടുണ്ട്. നാദൃശികയുടെ പടം എന്ന് പറയുമ്പോൾ എന്തായാലും 2-3 നല്ല പാട്ടുകൾ ഉണ്ടാവുന്നു. ആ പാട്ട് നന്നായിട്ടുണ്ട്. പാട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെ, പുതുമുഖ നടനാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ പലപ്പോഴും അത് ചോദിക്കുന്നുണ്ട്, പുതുമുഖ നടനാണ് ഫീൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ടറെ, റൈറ്ററെ മികവാണ്. കാരണം അവർക്ക് അത്രയും നല്ല ആൾക്കാരായതുകൊണ്ട് അവരെ കറക്റ്റ് യൂസ് ചെയ്യും. ആ യൂസ് ചെയ്ത് ഈ സിനിമയിൽ വളരെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്. പുതിയ ഒരാളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, ഒരു ഓഡിയൻസ് ഫീൽ ചെയ്യുന്നില്ല. ഇയാൾ മുന്നേ സിനിമ ചെയ്ത ഒരാളാണെന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആളെ പെർഫോമൻസിലൂടെ. കണ്ടു വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. ആ പടം എന്ന് പറഞ്ഞപ്പോൾ അത് റാഫി നാദൃശ കൂട്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കോമഡി പടം പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു കോമഡി അല്ല, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് വന്നേക്കണേ. ഒക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോൾ ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് മെയിൻ ഒരു ഘടകമാണ് പടത്തിൻ്റെ. പിന്നെ ഹിറ്റ്, കാരണം ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് മാഫിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തായാലും ഹിറ്റാവുന്നോ, എന്തായാലും ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ യൂത്ത് കാര്യങ്ങളൊക്കെ പടം അതായത് ക്ലൈമാക്സ് ആകുമ്പോൾ കോമഡി. പിന്നെ റിയാസ് ഖാൻ്റെ അടിച്ചു കയറി വരവുണ്ട് ഈ പടത്തിൽ. ക്ലൈമാക്സിൽ റിയാസ് ഖാൻ്റെ ഒക്കെ ഒരു അടിച്ചു കയറി വരവുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് ആയപ്പോൾ മറ്റേ രോമാഞ്ചത്തിൻ്റെ ഒരു റെഫറൻസ് അർജുൻ അശോകൻ കൊണ്ടുവന്നിട്ടുണ്ട്. രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പടം വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. കണ്ടു.